എല്ലാവർക്കും സേഫ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ചെറിയൊരു അപ്ഡേഷനാണ് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ പുതിയ കേജിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ 1-2 ദിവസമായിട്ട് ഇപ്പം ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ചെറിയ അവധികളും കാര്യങ്ങളൊക്കെ കിട്ടിയത് കാരണം കുറച്ചൊക്കെ അഡ്വാൻസ്മെൻറ്റ് കൂടുതൽ വന്നു. കുറേയൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ നമ്മുടെ കേജിന് സ്പേസ് കൂടുതൽ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ ഹൈറ്റ് കൂട്ടി നമുക്ക് കാണാൻ സാധിക്കാം. 2 അടുത്ത് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേജ് എത്ര പൊങ്ങിയാലും മുട്ടില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇതിൽ പിന്നെ അതുപോലെ തന്നെ ടാർപോളിൻ സിംഗിൾ പീസാക്കി മാറ്റി. ഇത് കഴിഞ്ഞ പീസിൻ്റെ ബാക്കി കുറച്ച് കിടക്കുന്നതാണ്. എനിവേ ഇത് സിംഗിൾ പീസാക്കി മഴ നമുക്ക് ഏതായാലും അകത്ത് കയറില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഇന്നലെ വൈകുന്നേരം നമുക്കിവിടെ നല്ല മഴ പെയ്തു, കാറ്റടിച്ച മഴ പെയ്തു. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യവും കഴിഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി കേജിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ ഇരുന്ന സെറ്റിങ്സ് ഫുള്ള് ബാക്ക് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീനുള്ള സംഭവങ്ങൾ ബിറ്റായിട്ട് ഞാൻ പോണ വഴിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ചെറിയൊരു അപ്ഡേഷൻ ചെയ്തേക്കാം എന്നിങ്ങനെ വിചാരിച്ചത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല വഴിയായിട്ട് പോകുന്നുണ്ട്. ഏത് വഴി ഒരു ചെല്ലും എന്നുള്ളതാണ് കൺഫ്യൂഷനുള്ളത്. നമുക്ക് നോക്കാം. ഇന്നൊരു ദിവസമുണ്ട്. ഹോപ്പ്ഫുള്ളി നല്ലൊരു അറ്റ്ലീസ്റ്റ് ഒരു റാക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, നമ്മുടെ മുഗിയുടെ കുട്ടികൾ പുറത്തിറങ്ങി. ഒരാൾ നിൽക്കണതാണ്, മറ്റേ ആൾ ഇവിടെ നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് രണ്ടുപേരെ കാണാനായിട്ട്. രണ്ടുപേരും ഫാദറിനെ പോലെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അടുത്തിരിക്കുമ്പോൾ കാണാൻ നല്ല ക്യൂട്ടാണ്. യൂണീക്കായിട്ടുള്ള ഫീച്ചറാണ് അവരുടെ കളർ. എനിവേ, സോ പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കിതിപ്പോൾ ഇവിടെ കിടന്നൊരു മുട്ട കിട്ടി. ആരിട്ടാണെന്നറിയില്ല. എൻ്റെ ഒരു വിശ്വാസം കിങ്ങിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് കാരണം ഏതായാലും അതെടുത്ത് നമ്മുടെ നാടൻ പ്രാവ് എന്തോ ബൈ ചാൻസ് ഇന്നലെ അവർ മുട്ടയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മുട്ടയാണോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഓക്കെ, ദെൻ ഞാൻ സമയം കളയാതെ പോയി ബാക്കിയുള്ള പണി തീർക്കട്ടെ. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇഷ്ടപ്പെടാനൊന്നുമില്ല, ഇതിപ്പോൾ എപ്പിസോഡായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു അപ്ഡേഷൻ ചെയ്യുന്നതാണല്ലോ. എനിവേ, നിങ്ങൾക്ക് സേഫ് ഹൗസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ കണ്ടിന്യൂഷൻ വരുന്ന വലിയ ലോഫ്റ്റ് സഹിത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്കാർ വളരെ കുറവായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേയ്സ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം, ഓഫ് കോഴ്സ്. ദെൻ ടേക്ക് കെയർ ഗൈസ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വലിയ ലോഫ്റ്റ് ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ.